ഹലോ ഡിയർ ഓൾ, തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ചരിത്രമാണ് ചുരുക്കി അവതരിപ്പിക്കുക. അപ്പോൾ ഈ മഴക്കാലം ആയതോടുകൂടി നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഡാമിലെ ജലനിരപ്പും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയവും വളരെ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകരുമോ, തകർന്നാൽ അതിൻ്റെ ആഘാതം എത്രത്തോളം ആയിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ഒരു സെഷൻ പ്യുവർലി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു ചരിത്രമാണ്. മുല്ലപ്പെരിയാർ ഡാം എന്തുകൊണ്ട് കേരളവും തമിഴ്നാടും, അല്ലെങ്കിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിൽ തമിഴ്നാടിന് ഇത്രയും അവകാശം വന്നത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് വന്നത്, ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മളിന്ന് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നടത്തുക. ഇനി മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ, പൊട്ടിയാൽ അതിൻ്റെ ആഘാതം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പലരും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടുള്ള പഠനം ആവശ്യമാണ്. ഞാൻ പഠിച്ചതിന് ശേഷം, ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം തകരുമോ, അല്ലെങ്കിൽ തകർന്നാൽ അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില വാർത്തകളിലൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ചില വ്യക്തികൾ പറയുന്നത് ഇതൊരു വാട്ടർ ബോംബാണ്, ഇത് പൊട്ടിയാൽ കേരളത്തിലെ 5ഓളം ജില്ലകൾ തന്നെ ഇല്ലാതാവും എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുക. മുല്ലപ്പെരിയാർ ഡാം ഈസ് എ മെർസണറി ഗ്രാവിറ്റി ഡാം ഓൺ ദ പെരിയാർ റിവർ ഓഫ് ഇടുക്കി ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പെരിയാർ റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ്. ഒരു കല്ല് കെട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രാവിറ്റി ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 881 മീറ്റർ എബോവ് ദ സീ ലെവൽ ഓൺ ദ കാടമ ഹിൽസ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 881 മീറ്റർ അല്ലെങ്കിൽ 2890 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ നമ്മുടെ വെസ്റ്റേൺ ഘട്ട് സഖ്യപർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർഡമ ഹിൽസ്, മലയാളത്തിൽ നമ്മൾ കാർഡം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏലം എന്നാണ് പറയുക, ഏലമല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏലമലയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ സഖ്യപർവ്വതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏലമലയിൽ അല്ലെങ്കിൽ കാർഡമൻ ഹിൽസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാവിറ്റി ഡാം സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 1887 and 1895 by John Pennykick and also reached in an agreement to divert water eastwards to the Madras Presidency area, that is the present day Tamil Nadu. അപ്പോൾ 1887-നും 1895-നും ഇടയ്ക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ പെന്നിക്വിക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, അത് ബ്രിട്ടീഷ് ഒഫീഷ്യൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. അപ്പോൾ ഈ ഡാം നിർമ്മിക്കുന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കീഴിലാണ്. ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കീഴിലുള്ള ഏരിയയിലാണ്, സ്ഥലത്താണ് ഈ പറയുന്ന ഡാം നിർമ്മിക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെരിയാർ സാധാരണഗതിയിൽ പെരിയാർ പടിഞ്ഞാറേക്കൊഴുകി നമ്മുടെ അറബിക്കടലിൽ വന്ന് പതിക്കുന്ന ഒരു റിവറാണ്. അതിൻ്റെ നാച്ചുറൽ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളെ വെസ്റ്റേൺ സൈഡിലേക്കാണ് ഒഴുകുന്നത്, അതായത് അറേബ്യൻ സീയിലാണ് വന്ന് പതിക്കേണ്ടത്. പക്ഷേ അന്ന് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിലേക്ക് ആവശ്യത്തിന് ജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കുകയും ഈ പെരിയാർ റിവറിൻ്റെ ഒഴുക്ക് ഈസ്റ്റ് വാർഡ് അല്ലെങ്കിൽ കിഴക്കോട്ടാക്കി, അതായത് ബേ ഓഫ് ബംഗാൾ സൈഡിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഡാം നിർമ്മിക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ ഇന്നത്തെ പ്രസന്റ് ഡേ തമിഴ്നാട്, പഴയ മദ്രാസ് പ്രസിഡൻസി ഏരിയയിലേക്ക് ഈ വെള്ളത്തിനെ വെസ്റ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പെരിയാർ റിവറിന് കുറുകെ ഡാം നിർമ്മിച്ച് ആ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ ഒഴുക്ക് ഗതി മാറ്റി, ദിശ മാറ്റി ഈസ്റ്റേൺ സൈഡിലേക്ക്, കിഴക്ക് വശത്തേക്ക് ബേ ഓഫ് ബംഗാൾ സൈഡിലേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റാണ് ജോൺ പെന്നിക്വിക്ക് എന്ന് പറയുന്ന വ്യക്തി നിർവഹിച്ചത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ലീസ് എഗ്രിമെന്റ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റും ട്രാവൻകൂർ രാജഭരണവുമായിട്ടുണ്ടാക്കി. The Periyar lease agreement between the Kingdom of Travancore and the British Government of India was signed in 1886.
ദിസ് എഗ്രിമെന്റ് ലീസ്ഡ് 8,100 acres of land and all the water flowing into it to the Madras Presidency under the British government for 999 years at a rate of 5 British rupees per acre. അപ്പോൾ ഓർക്കുക, ഞാൻ പറഞ്ഞു തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കീഴിലുള്ള സ്ഥലത്താണ് ഈ ഒരു ഡാം നിർമ്മിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരും ട്രാവൻകൂർ കിങ്ഡവുമായിട്ട്, തിരുവിതാംകൂർ ഭരണകൂടവുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അതാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നു. 1886 ഈ ലീസ് എഗ്രിമെന്റ് വെക്കുന്നത്. അത് പ്രകാരം നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിലുള്ള 8,100 acres അത്രയും ലാൻഡും അവിടെ ഡാം നിർമ്മിച്ച് അവിടെ വരുന്ന വെള്ളവും മദ്രാസ് പ്രസിഡൻസിക്ക് ഉപയോഗിക്കാമെന്നും അത് 999 വർഷത്തേക്ക് ഉപയോഗിക്കാമെന്നും എഗ്രിമെന്റ് ഉണ്ടാക്കി. ഇതിന് പകരമായിട്ട് 8,100 ഏക്കറിൽ ഓരോ ഏക്കറിനും അന്നത്തെ ബ്രിട്ടീഷ് റുപ്പി 5 രൂപ വെച്ച് വാർഷികമായിട്ടൊരു വരുമാനം നൽകാമെന്നുമായിരുന്നു എഗ്രിമെന്റ്. അപ്പം ഇങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഇനി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റും ട്രാവൻകൂർ കിങ്ഡവും ഉണ്ടാക്കിയ ലീസ് എഗ്രിമെന്റ് ആണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുക. 1947 ബ്രിട്ടീഷുകാരെയൊക്കെ നമ്മൾ ഇവിടുന്ന് തുരത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ എഗ്രിമെന്റ് പിന്നീട് പുതുക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഈ എഗ്രിമെന്റിന്റെ ഒരു വാലിഡിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് പുതുക്കുകയുണ്ടായി. ആഫ്റ്റർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ദർ വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിവോക്ക് ഓർ റിവൈസ് പ്രീ ഇൻഡിപെൻഡൻസ് എഗ്രിമെന്റ്സ്. അപ്പോൾ ഈ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നു. കാരണം നിലവിൽ ഇത് ട്രാവൻകൂർ കിങ്ഡം അല്ല, ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഉണ്ടായി. മദ്രാസ് പ്രസിഡൻസി ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള തമിഴ്നാട് സ്റ്റേറ്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഒരു എഗ്രിമെന്റ് പഴയ, അതായത് പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ എഗ്രിമെന്റ് ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ റിവൈസ്ഡ് എഗ്രിമെന്റ് ഉണ്ടാക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ ഹൗവർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള അറ്റ് ദ ടൈം ഓഫ് അണ്ടർ സി അച്യുത മേനോൻ അപ്രൂവ്ഡ് ദ പെരിയാർ ലീസ് ഡീഡ് ഓൺ May 29, 1970, allegedly under the pressure from the Prime Minister Indira Gandhi of the Congress Party to influence Tamil Nadu politics. അപ്പോൾ സി അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള കേരള മിനിസ്റ്റർമാരുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ സി അച്യുത മേനോന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അന്ന് പ്രൈം മിനിസ്റ്ററാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രഷർ കാരണം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ആ നിർബന്ധം കാരണം സി അച്യുത മേനോൻ 1970 മെയ് 29 ഈ ലീസ് എഗ്രിമെന്റ് വീണ്ടും പുതുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ നിർബന്ധം മൂലമാണ് സി അച്യുത മേനോൻ ഗവൺമെന്റ് ഇത്തരത്തിലൊരു എഗ്രിമെന്റിലേക്ക് ചെന്നതെന്നാണ് ചരിത്രം. The lease retaining most of the provisions of the 1886 agreement, including the 999-year tenure for Tamil Nadu. അപ്പോൾ ഈ എഗ്രിമെന്റിൽ പഴയ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ട്രാവൻകൂർ കിങ്ഡവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ അതേ എഗ്രിമെന്റ് തന്നെ തമിഴ്നാടും കേരളവും തമ്മിൽ വന്നു. അങ്ങനെ 999 വർഷത്തേക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാടിന്റെ അവകാശത്തിലേക്ക് സി അച്യുത മേനോൻ ഗവൺമെന്റ് എഴുതി കൊടുക്കുകയാണ്. ദിസ് ഡിസിഷൻ ലേറ്റർ ബിക്കേം എ സിഗ്നിഫിക്കന്റ് ലീഗൽ ഒബ്സ്റ്റക്കിൾ ഫോർ ദ കേരള സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ അടക്കം വാദിക്കാൻ പോകുമ്പോൾ ഈ എഗ്രിമെന്റിലെ ഈ ഒരു ക്ലോസ് അവിടെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ അച്യുത മേനോൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് ഇവിടുത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ, he had obtained an order stating that Tamil Nadu had no right to use water from Mullaperiyar for power generation. അതായത് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഈ തമിഴ്നാട്ടിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെസ്പൈറ്റ് the 1970 agreement granted Tamil Nadu the right to generate electricity from this water. പക്ഷേ 1970 ഉണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം കൂടി ആർക്ക് കൈവന്നു? തമിഴ്നാടിന് കൈവന്നു എന്ന് മനസ്സിലാക്കുക. സോ ടുഡേ തമിഴ്നാട് യൂസസ് ദ ഡാം വാട്ടർ ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ. All of the water and electricity from the dam is used by Tamil Nadu, while Kerala receives zero benefits from the dam, even though it is located in Kerala. കേരളത്തിലാണ് ഈ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിലും ഇന്ന് നിലവിൽ കേരളത്തിന് സീറോ ബെനിഫിറ്റ് ആണ്. 1 രൂപയുടെ ബെനിഫിറ്റ് പോലുമില്ല. ഇതിൽ നിന്നുള്ള എൻറ്റയർ വാട്ടർ, അത് അഗ്രികൾച്ചർ പർപ്പസിനായാലും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനായാലും അത് തമിഴ്നാടിന് മാത്രമാണ്. എക്സ്ക്ലൂസിവിറ്റി അവർക്കുണ്ട് എഗ്രിമെന്റ് പ്രകാരം. And Tamil Nadu gets a revenue of about 371 crore through agriculture.
and 211 crore from power generation per year using മുല്ലപ്പെരിയാർ വാട്ടർ. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന് സീറോ ബെനിഫിറ്റ് ആണ്. തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് അവരുടെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഏകദേശം 371 കോടി രൂപ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇലക്ട്രിസിറ്റി പവർ ജനറേഷൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് 211 കോടി രൂപയും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, അതിലെ ജലനിരപ്പ് ഉയരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് #, ക്യാമ്പയിൻസും ഒക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലതവണ സുപ്രീം കോടതിയിലൊക്കെ പോയി. പക്ഷേ ഈ ഒരു ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ വരുന്ന ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാം തകരുമോ, തകർന്നാൽ അതിൻ്റെ ആഘാതം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചരിത്രം കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.